ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദ്യാസ് ഫൺ വേൾഡ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവാണേ. അപ്പോൾ എൻ്റെ അനിയനും കാർ സീറ്ററിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് തേസ്പൂരിലാണ്. തേസ്പൂര് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ഇനിയും ഉണ്ട് ഒരു 4 മണിക്കൂർ. അപ്പം ഇന്ന് മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റ് ആണ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്ന വഴിയും അവിടെ ചെന്നുള്ള വിശേഷമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ നുമാലിഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. അപ്പം നമ്മളിപ്പം ആലു പൊറോട്ടയാണ് കഴിക്കാൻ പോകുന്നത്. നല്ല വിശന്നു, അതുകൊണ്ടാണ് നമ്മളിപ്പം കഴിക്കാൻ നിർത്തിയത്. അപ്പം എൻ്റെ ബാക്കിൽ ഒരു കുട്ടി പൂച്ച ഉണ്ടായിരുന്നു, അതിപ്പോൾ അങ്ങോട്ട് പോയി. തേസ്പൂരെത്തി. തേസ്പൂരില് KRC പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമുക്കിനി താഴെ പോയി ഫുഡ് കഴിച്ച് ഫ്രഷ് ആയിട്ട് കറങ്ങാൻ പോകും. അപ്പം നമ്മൾ റൂമിൽ നിന്നൊക്കെ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മഹാഭൈരവ ടെമ്പിളിലാണ്. അപ്പം തേസ്പൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ് അത്. അമ്പലത്തിലോട്ട് കയറുമ്പോഴത്തേക്കും കുറേ നമുക്ക് സ്റ്റെപ്പ് കാണാൻ പറ്റും. അവിടെ നിന്ന് കയറി വേണം നമ്മൾ അമ്പലത്തിലേക്ക് ചെല്ലാൻ. അപ്പം ഈ അമ്പലം നല്ല ഹൈറ്റ് ഉള്ളതാണ്. അപ്പം നമ്മൾ അവിടെ കയറുമ്പോൾ തന്നെ വലിയൊരു ശിവന്റെ സ്റ്റാച്ചു കാണാം. പിന്നെ നടന്നു പോകുമ്പോൾ നമുക്ക് വലിയ അമ്പലവും കാണാൻ പറ്റും. ഇന്ന് എൻ്റെ വീഡിയോയിൽ എൻ്റെ അച്ഛനും കൂടെ ഉണ്ട്. അപ്പം ഈ ടെമ്പിളിനെ പറ്റി അച്ഛൻ നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തരുന്നതായിരിക്കും. പുരാണത്തിൽ പറയുന്നത് തേസ്പൂർ സിറ്റിയുടെ രാജാവ് ബാണാസുരനാണ്. ബാണാസുരൻ മഹാബലിയുടെ പുത്രനാണ്. അതിയായ ശിവഭക്തനായതുകൊണ്ട് തന്നെ ശിവനെ പ്രാർത്ഥിച്ച് ബാണാസുരന് ഒരുപാട് വരം കിട്ടിയിട്ടുണ്ട്. അതിലൊരു വരം എന്ന് പറയുന്നത് തേസ്പൂർ സിറ്റിയെ എന്നും സംരക്ഷിക്കാനായി ശിവനും ശിവൻ്റെ അനുയായികളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇതിനു വേണ്ടിയാണ് ഇവിടെ മഹാഭൈരവ ക്ഷേത്രം പണിയുന്നത്. അമ്പലത്തിൽ കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഗണപതിയും കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ ഒരു ഹനുമാനെയും കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അകത്തോട്ട് ചെല്ലുമ്പോഴാണ് നമുക്കൊരു വലിയ ശിവലിംഗം കാണാൻ പറ്റും. ശിവലിംഗത്തിന് തൊട്ടടുത്ത് അവിടെ ഒരു പൂജാരിയും ഉണ്ട്. അപ്പം അത്രയുള്ള ഈ അമ്പലത്തിൻ്റെ അകത്ത്. അപ്പം ഈ അമ്പലത്തിൻ്റെ പുറത്ത് ഭയങ്കര കാറ്റാണ്, ഭയങ്കര രസമാണ്. അവിടെ കുറേ ഇരിക്കാനൊക്കെ ഉണ്ട്, ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇരിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.